Good morning, Pradeep sir. Welcome to the show. US വിപണിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ 2022 ശേഷമുള്ള ഒരു വേഴ്സ് പെർഫോമൻസിലേക്ക് സൂചികകളൊക്കെ തന്നെ താഴ്ന്നിട്ടുണ്ടായിരുന്നു. ടെക് ഓഹരികളിൽ ശക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്ന് സൂചികകളിലും കാര്യമായിട്ട് പ്രതിഫലിച്ചിരുന്നു. US വിപണിയെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ ഇന്നലെ അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ബോത്ത് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കനത്ത സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 39,000 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ബെയറിഷായി മാറും. ഇന്ന് ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് ഒരു പുതിയ ബൈയിങ് അവസരം ലോ റിസ്ക് ആയിട്ട് നമുക്ക് വരാൻ സാധ്യത ഒന്നും തന്നെ കാണാനില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സിറ്റുവേഷൻ ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. കാര്യം എന്തെന്നാൽ ഇന്നലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. ആൻഡ് ക്ലോസ് നടന്നത് അതിന്റെ ലോവസ്റ്റ് ലെവലിലായിരുന്നു. ഇതിനെ തുടർന്ന് നാസ്ഡാക്ക് ഇൻഡെക്സിലെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ലെവലിൽ നിന്നും ചുരുങ്ങിയത് ഒരു 1,500 പോയിന്റിന്റെ കറക്ഷനെങ്കിലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിൽ നാച്ചുറലി പ്രിയ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തത് ടെസ്ല തന്നെയായിരുന്നു. വലിയൊരു ഗ്യാപ് ഡൗൺ അവിടെ ഗ്യാപ് ഡൗണിന്റെ ഒപ്പമായിരുന്നു ഇത് ഓപ്പണിംഗ് നിമിഷത്തിൽ തന്നെ നമുക്ക് ട്രേഡിംഗ് കാണാൻ സാധിച്ചത്. ആൻഡ് ടെസ്ലയുടെ കേസ് എടുക്കുമ്പോഴേക്കും എൻ്റെ എക്സ്പെക്ടേഷൻ $190 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യും. അതോടൊപ്പം കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ബ്രെന്റ് ക്രൂഡിൽ 0.85% ഒരു ഇടിവിൽ ബാരലിന് 81 എന്നുള്ള റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കുറേ സെഷനുകളിലെ കനത്ത ഇടിവിന് ശേഷം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസിലേക്ക് ബ്രെന്റ് ക്രൂഡ് വന്നിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള റിവ്യൂ എന്താണ്? ബ്രെന്റ് ആൻഡ് WTI ക്രൂഡ് നോക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടിന്റെയും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ച നീണ്ടു നിന്ന ഒരു കറക്ഷന്റെ ലാസ്റ്റ് ഫേസിലോട്ട് നമ്മൾ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നമ്മൾ WTI ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് $76 സപ്പോർട്ട് ലെവലാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. $76 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം ഇന്ന് നമുക്കൊരു ബുള്ളിഷ് വാങ്ങിക്കാനുള്ള ഒരു ട്രിഗർ ലഭിക്കണമെങ്കിൽ WTI ക്രൂഡ് $79 മുകളിൽ ക്ലോസ് ചെയ്യണം. 79 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ $2 നേട്ടം നമുക്ക് ക്രൂഡ് ഓയിലിൽ എക്സ്പെക്ട് ചെയ്യാം. ഗോൾഡിനെ സംബന്ധിച്ചും നിലവിൽ നോക്കുകയാണെങ്കിൽ 1% ഒരു നഷ്ടം ഗോൾഡിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ട്രൈ ഔൺസിന് 2,373 എന്ന റേഞ്ചിലാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ഇന്നലെ നമ്മൾ നേരിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് അത് നിലനിർത്താൻ ഗോൾഡിന് അവസാനത്തെ നിമിഷത്തിൽ സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് നമുക്ക് സ്വർണത്തിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ട്രിഗർ ലഭിക്കണമെങ്കിൽ $2,420 മുകളിൽ ക്ലോസ് ചെയ്യണം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $2,380 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. 2,380 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് നിഫ്റ്റിക്ക് 24,450 എന്നൊരു ലെവലിനും താഴെയായിട്ടാണ് അവസാന നിമിഷത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. 24,504 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നെങ്കിൽ പോലും ആ ഒരു നേട്ടം ഒന്നും തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞൊരു ഇൻട്രാഡേ ലോ പരിശോധിക്കുമ്പോൾ 24,300 എന്നുള്ള റേഞ്ചിലോട്ട് താഴ്ന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇന്ന് നിഫ്റ്റിയിൽ നമുക്ക് ബൈയിങ് ട്രിഗർ ലഭിക്കാനുള്ള ചാൻസസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ആസ് ട്രേഡേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 23,900 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു 300-400 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് നിഫ്റ്റി 50 തിരിച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 24,600 പോയിന്റ് മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരുന്ന സമയത്തും 461 പോയിന്റിന്റെ ഒരു നഷ്ടത്തിൽ 51,317 എന്ന റേഞ്ചിലായിരുന്നു നിഫ്റ്റി ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞൊരു സെഷനിൽ 50,784 എന്നൊരു റേഞ്ചിലേക്കും താഴ്ന്നൊരു സ്ഥിതി നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കണ്ടിരുന്നു. ബാങ്കിങ് ഓഹരികളെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ബന്ധൻ ബാങ്ക്, ആക്സിസ് ബാങ്ക് മുതലായിട്ടുള്ള ബാങ്കിങ് ഓഹരികളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ഇടിവ് നമുക്ക് കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച്
സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്കിലെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ലെവൽ 50,700 പോയിന്റ്സ്. ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് വീണ്ടും ഒരു റിക്കവറിക്ക് ചാൻസസ് കാണുന്നുണ്ട്. ഇന്നലെ ട്രേഡിംഗിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത് വാസ് നാച്ചുറലി HDFC ബാങ്ക്. ആൻഡ് HDFC ബാങ്കിൽ വീണ്ടും ഒരു അല്പം സെല്ലിംഗ് പ്രഷർ കാണാനിടയായി. 1570 രൂപയായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ. ബട്ട് ഇന്നലെ ബാങ്കിങ് ഓഹരികളിൽ ഇത്രയും വീക്ക്നെസ് കണ്ടിട്ട് പോലും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ മുകളിൽ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ ഒരു അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 69 രൂപയല്ല. അതേസമയം കേരള ബേസ്ഡ് ഫെഡറൽ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നമ്മൾ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടെങ്കിലും ബൈ ക്ലോസിംഗ് ടൈം നല്ലൊരു സ്ട്രോങ് ക്ലോസ് ആയിരുന്നു നമുക്ക് ഫെഡറൽ ബാങ്കിൽ കാണാൻ സാധിച്ചത്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഫെഡറൽ ബാങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 205 രൂപ. ഈ റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തത് വാസ് IDBI. IDBIയിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് നടക്കുന്നുണ്ട്, സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 100 രൂപ. 100ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും 5 മുതൽ 8% നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അവസാനമായിട്ട് ബാങ്കിങ് മേഖലയിൽ എൻ്റെ ശ്രദ്ധ വന്നിരിക്കുന്നത് ഈസ് ഇൻ ടു സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ ആഴ്ച നല്ലൊരു റിസൾട്ട് ആയിരുന്നു നമുക്ക് നൽകിയത്. നല്ലൊരു സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ 28 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് എ ബിഗ് മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സർ, കുറേയധികം ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 1-2 ബാങ്കിങ് സ്റ്റോക്കുകളെ കൂടി ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ റിസൾട്ട് വന്ന ബാങ്കുകളാണ്. അതിൽ പ്രധാനപ്പെട്ടും ആക്സിസ് ബാങ്ക്, കർണാടക ബാങ്ക്, അതോടൊപ്പം തന്നെ DCB ബാങ്ക് എന്നിവരാണ് റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആക്സിസ് ബാങ്കിൻ്റെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ ഒരു സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 4% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനത്തിൽ ഒരു 13% അടുത്ത മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാങ്കിനെ സംബന്ധിച്ച് NPA ഒരു വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1.43% നിന്നും 1.5% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ ബേസിസിലും നെറ്റ് NPA നോക്കുകയാണെങ്കിൽ ഒരു വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർണാടക ബാങ്കിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും പ്രോഫിറ്റിൽ ഒരു 8% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും NPAയുടെ സൈഡിലേക്ക് വരുമ്പോൾ കർണാടക ബാങ്കിലും ഒരു വർധനവ് തന്നെയാണ് ഇത്തവണ സൂചിപ്പിച്ചിരിക്കുന്നത്. 3.53% നിന്നും 3.54% വളരെ മാർജിനൽ ആയിട്ടുള്ളൊരു മുന്നേറ്റം NPAയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെറ്റ് NPA പരിശോധിക്കുമ്പോഴും 1.58% നിന്നും 1.66% NPA ഉയർന്നിട്ടുണ്ട്. മറ്റൊരു ബാങ്ക് DCB ബാങ്ക് തന്നെയാണ്. DCB ബാങ്കിനെ സംബന്ധിച്ച് പ്രോഫിറ്റിൽ ഒരു 4% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നത്. അവരെ സംബന്ധിച്ചും NPA പരിശോധിക്കുമ്പോൾ 3.23% നിന്നും 3.33% അവരുടെ NPA ഉയർന്നിട്ടുണ്ട്. നെറ്റ് NPA പരിശോധിക്കുമ്പോഴും 1.11% നിന്നും 1.18% ഉയർന്നിട്ടുണ്ട്. ഈ 3 ബാങ്കുകളുടെയും റിസൾട്ടിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്നത് NPAയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ്. ഈ 3 സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള റിവ്യൂ എന്താണ്? പ്രിയ, നമ്മൾ ആക്സിസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് ആക്സിസ് ബാങ്കിൽ നമുക്ക് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് ആക്സിസ് ബാങ്ക്. ജൂലൈ 12 ആയിരുന്നു ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1339 രൂപ. അതിനുശേഷമായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഇന്നലത്തെ വീക്ക് ക്ലോസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1220 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇന്നലെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇത്രയും കനത്ത സെല്ലിംഗ് വരാൻ കാരണം ഓൾ ദ ഹെവി വെയ്റ്റ്സ് മെറ്റ് വിത്ത് സെല്ലിംഗ് പ്രഷർ. അത് HDFC ബാങ്ക് ആകട്ടെ, SBI ആകട്ടെ, ആക്സിസ് ബാങ്ക് ആകട്ടെ, ഓൾ ഹെവി വെയ്റ്റ്സ് മെറ്റ് വിത്ത് സെല്ലിംഗ് പ്രഷർ. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് ചോദിച്ച ബന്ധൻ ബാങ്ക് ആയിരുന്നു. സോ ബന്ധൻ ബാങ്കിന്റെ കേസിൽ ഓൾറെഡി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡിൽ ഒരു മാറ്റവും കാണുന്നില്ല.
കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ പൊസിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. 200 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 220 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് കാണുന്നില്ല. DCB ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 128 രൂപയിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണണമെങ്കിൽ 140 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. യെസ്, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ പ്രദീപ് സാറിലേക്ക് കർണാടക ബാങ്കിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1.25% ഒരു നേട്ടത്തിൽ 227 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കർണാടക ബാങ്കിന്റെ റിസൾട്ടുകളായിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പ്രിയ, കർണാടക ബാങ്കിന്റെ കേസ് ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. കർണാടക ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ജനുവരി തുടക്കത്തിലായിരുന്നു ഇതിന്റെ ഒരു ഹയസ്റ്റ് ലെവല് നമുക്ക് കാണാൻ സാധിക്കുന്ന അറൌണ്ട് 286 റുപ്പീസ്. കഴിഞ്ഞ 6-7 മാസമായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷനാണ് കണ്ടുവരുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇതിലൊരു നല്ല കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 214 രൂപയിൽ. ആൻഡ് നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 232 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു ചാൻസസ് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. 232ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 240. 240ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പ്രേക്ഷകരുടെ കരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ നിതിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് അവന്തി ഫീഡ്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റിൽ 734 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അവന്തി സീഡ്സ് ഇസ് സ്മോൾ ടു മിഡ് ക്യാപ് സ്റ്റോക്ക് ആൻഡ് ട്രെൻഡുകൾ ഒക്കെ തന്നെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു 5-6 സെഷൻസിൽ ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്കാണ് അവന്തി സീഡ്സ്. സോ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് സമയം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പൊസിഷൻ മാനേജ് ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. മധു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിൻഡാൽ പോളി ഫിലിംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 3% ഒരു മുന്നേറ്റത്തിൽ 794 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. Jindal Polyfilms again, long and short term trend is bullish. At the moment ഈ സ്റ്റോക്കിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 840 രൂപയിലായിരിക്കും. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 880, 900, 920. നമ്മുടെ പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 765 രൂപ. അതോടൊപ്പം തന്നെ ഷഫീഖ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിലും അപ്പർ സർക്യൂട്ടിലെത്തി 60 രൂപ എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത്. സുസ്ലോൺ കഴിഞ്ഞ ദിവസം റിസൾട്ട് നമുക്ക് നൽകിയപ്പോഴേക്കും വളരെ മികച്ചൊരു ക്വാർട്ടർലി റിസൾട്ടായിരുന്നു നമുക്ക് നൽകിയത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്നാൽ വരും സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സുസ്ലോൺ എനർജിയെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമുക്ക് ബൊറോസിൽ റിന്യൂവബിൾ എനർജിയുടെ കേസിൽ നമുക്ക് വീണ്ടും ഒരു ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ റിന്യൂവബിൾ എനർജി സ്പേസ് നോക്കുമ്പോഴേക്കും ഒത്തിരി സ്റ്റോക്സിൽ നമുക്ക് പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് LIC ഇന്ത്യയിലുള്ള സാറിൻ്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ LICയെ സംബന്ധിച്ച് 6% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 1160 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ LIC അതിന്റെ ഒരു ഓൾ ടൈം ഹൈ ലെവൽ 1175 രൂപയുടെ വക്കിൽ എത്തിയിട്ടുണ്ട്. മൈ എക്സ്പെക്ടേഷൻ വരും സെഷൻസിൽ LIC ആ ഒരു റെസിസ്റ്റൻസ് മറികടന്ന് പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓൺലി തിങ് ഇസ് ദാറ്റ് മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ഒരു അല്പം വീക്ക്നെസ്സിനെ തുടർന്ന് ഒരുപക്ഷെ വരും സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കും. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ അങ്ങനെ ഒരു വീക്ക്നെസ് ഇന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കണം, നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്യണം.
ബട്ട് നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. എന്തെന്നാൽ വരും സെഷൻസിൽ ഐ എം എക്സ്പെക്ടിങ് എ ന്യൂ ഓൾ ടൈം ഹൈ ഇൻ LIC. LICയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നലെ നമുക്ക് മറ്റ് ലൈഫ് ഇൻഷുറൻസ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും SBI ലൈഫിൽ വളരെ പോസിറ്റീവ് ക്ലോസ് ആയിരുന്നു. ICICI Prudential ആൻഡ് HDFC ലൈഫ്, ഈ 3 സ്റ്റോക്സിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. റാഷിദ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ മിഷ്താൻ ഫുഡ്സ് എന്ന് പറഞ്ഞൊരു സ്മോൾ ക്യാപ് കമ്പനിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മിഷ്താൻ്റെ സ്പെല്ലിംഗ് പറയുകയാണെങ്കിൽ MISHTANN. മിഷ്താൻ ഫുഡ്സ് എന്ന് പറഞ്ഞ ഓഹരിയുടെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 0.24% ഒരു ഇടിവിൽ 16 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. മിഷ്താൻ വന്നിട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിൽ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണുന്നത്. ആൻഡ് പേഴ്സണലി ഈ ഇത്തരം സ്റ്റോക്സിൽ എനിക്ക് വലിയ താല്പര്യമില്ല. എങ്കിലും സ്പെക്കുലേഷൻ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 19 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 16 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ ഫെർട്ടിലൈസർ സ്റ്റോക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ അബ്ദു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചമ്പൽ ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രാജു എന്ന പ്രേക്ഷകൻ നാഷണൽ ഫെർട്ടിലൈസേഴ്സിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിനെ സംബന്ധിച്ച് 1.5% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. നാഷണൽ ഫെർട്ടിലൈസർ കഴിഞ്ഞൊരു സെഷനിൽ ഇടിവോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തത്. സോ ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ജൂൺ 21 ശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 457 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ബൈയിങ് ട്രിഗർ ചമ്പലിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ 522 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. നാഷണൽ ഫെർട്ടിലൈസേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് അണ്ടർടോൺ വീണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് മിഞ്ഞാന്നത്തെ ട്രേഡിംഗ് സെഷനിലായിരുന്നു ഇതിലൊരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ച 169 രൂപയിൽ. സോ അതിനുശേഷം ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 135 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഡിഫൻസ് സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ്. അതിൽ ഒരു പ്രേക്ഷകൻ ഗാർഡൻ റീച്ചുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 2.5% ഒരു ഇടിവിൽ 2378 രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ഭാരത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട സാറിൻ്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഈ 2 സ്റ്റോക്കുകളിലുള്ള സാറിൻ്റെ വ്യൂ എന്താണ്? ഭാരത് ഗാർഡൻ റീച്ച്, മാസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇതിന്റെ ഒക്കെ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ജൂൺ തുടക്കം മുതൽ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ സ്റ്റോക്സ് ഈ 3 സ്റ്റോക്സും. സോ അതിനെ തുടർന്ന് ലിറ്റിൽ ബിറ്റ് പ്രോഫിറ്റ് ടേക്കിംഗ് ഈസ് ഹാപ്പനിങ്. നമ്മുടെ കൈവശം ഗാർഡൻ റീച്ച് കൈവശം ഉണ്ടെങ്കിൽ 2350 ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 2640 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. 2640 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സിമിലർ സ്റ്റോറി. ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ ഒരു 5-8 സെഷൻസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 321 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിട്ട് കാണുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം. എന്തെന്നാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. 278 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ലെവൽ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലുള്ള വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചത് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ആണ് ചോദിച്ചത്. 0.14% ഒരു ഇടിവിൽ 4849 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ഹാലിന്റെ കേസിലും പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഓൾമോസ്റ്റ് ഏത് ഡിഫൻസ് സ്റ്റോക്ക് എടുത്താലും നമുക്കൊരു സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് 4450 രൂപ.
ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 5200 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സോ ബിറ്റ്വീൻ 5200 ആൻഡ് 4350 ഇതൊരു ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും. ഒരു പ്രേക്ഷകൻ ഭാരത് പെട്രോളിയവുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞ സെഷനിൽ 3% ഒരു നേട്ടത്തിൽ 314 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഭാരത് പെട്രോളിയത്തിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 322 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 290 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് എൻ്റെ ഇടയ്ക്ക് BPCLനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നലെ എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന വേറൊരു പെട്രോളിയം സ്റ്റോക്ക് ചെന്നൈ പെട്രോളിയം. ചെന്നൈ പെട്രോളിയം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നേരിട്ടത്. ഈ ഒരു സ്റ്റോക്കിന് 920 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. സോ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ 1040 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 1040 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 40 മുതൽ 80 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ബട്ട് 920, 940 നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അനുജ എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷക ചോദിച്ചത് ടാറ്റ പവറിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 0.84% ഒരു നേട്ടത്തിൽ 419 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ പവർ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 385 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രേക്ഷകൻ ABB ഇന്ത്യയിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. 7522 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ABB ഇന്ത്യയുടെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ അറ്റ് ദ മൊമെന്റ് കാണുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6800 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു കറക്ഷൻ ഫേസ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഒരു ഇടിവിൽ 362 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. ജീനസ് പവർ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് സ്റ്റോക്ക് അതിൻ്റെ ഒരു ഓൾ ടൈം റെക്കോർഡ് ലെവൽസിന്റെ അടുത്ത് ഇത് ട്രേഡിംഗ് നടത്തി വരുന്നത്. ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്ന 381 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് വീണ്ടും പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 350 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇർഫാൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സീ എന്റർടൈൻമെന്റുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% നേട്ടത്തിൽ 136 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സീ എന്റർടൈൻമെന്റ് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ കമ്പനിയുടെ മാനേജ്മെന്റിന് അഗൻസ്റ്റ് ആയിട്ട് ഒത്തിരി പ്രോബ്ലംസ് വായിക്കാൻ ഇടയായിട്ടുണ്ട്. സോ പേഴ്സണൽ വ്യൂ ഈ ഒരു സ്റ്റോക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. IFCI ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലെ മാർക്കറ്റിൽ അത്രയും വീക്ക്നെസ് കണ്ടിട്ട് പോലും ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആൻഡ് ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. 68 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ഹൗസിംഗ് അർബൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2% ഒരു നേട്ടത്തിൽ 313 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഹഡ്കോയുടെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന് 340 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 269 രൂപ.
യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഏതായാലും നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പ്രേക്ഷകരുടെ മാക്സിമം ക്വരീസ് ഒക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത സ്റ്റോക്കുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിൽ കാണുന്നവരെ നന്ദി.